ഡേ 5 ഓഫ് ലേണിംഗ് ട്രേഡിംഗ് ബേസിക്സ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് സൈക്കോളജി. ഞാൻ എന്തുകൊണ്ടാണ് ട്രേഡിംഗ് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാം. എന്നാൽ നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെന്ന് വെച്ചോ, നമുക്കൊരു പ്രോപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോ ഇതെല്ലാം ഉണ്ടെന്ന് വെച്ചോ, പക്ഷേ നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി എന്നാണ് നമ്മളുടെ സൈക്കോളജി, ട്രേഡിങ്ങിലുള്ള സൈക്കോളജി പ്രോപ്പർ അല്ലെങ്കിൽ ഇതെല്ലാം തകിടം മറിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി പ്രോപ്പർ ആകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഫിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ ഒരു എൻട്രി എടുത്തെന്ന് വെച്ചു, ഇത് പ്രോഫിറ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ പോലും നമ്മൾ പകുതി വെച്ച് ലൈക്ക് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നുള്ള പേടി കൊണ്ട് എക്സിറ്റ് ആവുന്നൊരു മൈൻഡ് സെറ്റാണ് ഫിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെയാണ് ഓവർ കോൺഫിഡൻസ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് അങ്ങോട്ടേ പോകുള്ളൂ, ലൈക്ക് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ടേ പോകുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളുടെ ക്യാപിറ്റൽ ഫുള്ളി റിസ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സോ അത് മാക്സിമം ചെയ്യാതിരിക്കുക. മൂന്നാമത്തെയാണ് പേഷ്യൻസ്.